ഹിമാചലിൽ മഞ്ഞുരുകുന്നില്ല. ഹിമാചലിൽ BJP പുറത്തുനിന്നും തുടങ്ങിവെച്ച രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ആഴം ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് PCC അധ്യക്ഷയും മകനും. ഉത്തരേന്ത്യയിലെ ഒരേയൊരു കോൺഗ്രസ് സർക്കാരിന്റെ ഭാവി പ്രതിഭാ സിംഗിന്റെയും മകൻ വിക്രമാദിത്യ സിംഗിന്റെയും കൈകളിലായിരിക്കും. വിമത MLA-മാരെ വിക്രമാദിത്യ കണ്ടത് കോൺഗ്രസിന് വേണ്ടിയോ BJPക്ക് വേണ്ടിയോ? വിക്രമാദിത്യ സിംഗ് നാളെ ഹിമാചൽ കാണാനിരിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയോ? നിതിൻ അംബുജൻ ഷിംലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, BJPയേക്കാൾ ശക്തമായി ഇപ്പോൾ സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാരിനെ വെല്ലുവിളിക്കുന്ന ഘടകങ്ങളായി ഈ അമ്മയും മകനും മാറുകയാണോ? വേണു, അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹിമാചൽ രാഷ്ട്രീയമടക്കം കഴിഞ്ഞു പോയത്. കാരണം കോൺഗ്രസ് പോലും ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു പരാജയം കോൺഗ്രസിന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ്, കാരണം സുരക്ഷിതമായ ഒരു സംസ്ഥാനത്ത് എങ്ങനെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്നത് കോൺഗ്രസ് തന്നെ വലിയ തലവേദനയായിരുന്നു. അതിനിടയിലാണ് വിക്രമാദിത്യ സിംഗ് രാജിവെക്കുകയും പിന്നീട് ആ രാജി നിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വിമത MLA-മാരെ അടക്കം തന്നെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത്, ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് പ്രതിഭാ സിംഗും കൂടാതെ വിക്രമാദിത്യ സിംഗും കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ആ ഒരു നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇപ്പോൾ BJP പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലെ പല നേതാക്കളും ഇപ്പോഴും BJPയുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും കോൺഗ്രസിന് ഒരു പൂർണ്ണമായും ഒരു ആശ്വാസം എന്ന നിലയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം താൽക്കാലികമായ ഒരു പ്രശ്ന പരിഹാരം മാത്രമേ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. നിലവിൽ പൂർണ്ണമായും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പ്രതിഭാ സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, സ്പീക്കറുടെ നടപടിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതിഭാ സിംഗ് രംഗത്ത് വന്നിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും കോൺഗ്രസ് ഇത്തരമൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളടക്കം കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിനൊപ്പം നിന്ന പല നേതാക്കളും പിന്നീട് BJPയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വടക്കിഴക്കൻ സംസ്ഥാനത്ത് ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കളായി രാഷ്ട്രീയ കരുക്കൾ നിൽക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. സമാനമായ നിലയിൽ ഇനി ഉത്തരേന്ത്യ സംസ്ഥാനത്തെ ഈ ഒരു നീക്കങ്ങൾ ഒരുപക്ഷെ വിക്രമാദിത്യ സിംഗ് ഭാവിയിൽ കരുക്കൾ നീക്കുന്ന തരത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക എന്തായാലും കോൺഗ്രസ് ഇതിനും തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഒരു നിലയിൽ എന്താകും ഇനി ഉള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയ നീക്കം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും വിമത MLA-മാരെ അടക്കം ഇപ്പോൾ വിക്രമാദിത്യ സിംഗ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അവരുടെ നിലപാട് എന്താകുമെന്നത് കോൺഗ്രസ് സംബന്ധിച്ച് നിർണായകമാണ്. കോൺഗ്രസ് ഒപ്പം നിൽക്കുമോ അതല്ല BJPയിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക കോൺഗ്രസ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നടക്കുകയാണ്. എന്തായാലും ചണ്ഡീഗഡിലുള്ള വിമത MLA-മാരെ ഇന്ന് കൂടിക്കാഴ്ച നടത്തി അല്പസമയത്തിന് തന്നെ വിക്രമാദിത്യ സിംഗ് ഡൽഹിയിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേണു, ശരി. ഷിംലയിൽ നിന്ന് നിതിൻ അംബുജൻ തത്സമയ വിവരങ്ങൾ നൽകിയത്.